അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഈ പോകുന്ന ട്രെയിനും എനിക്ക് തമ്മിലൊരു ബന്ധമില്ലെങ്കിലും ഇന്നത്തെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് ഈ ദിവസം ഈ ഞായറാഴ്ച സംഭവിച്ച കുറേ കാര്യങ്ങൾ. ഈ ഞായറാഴ്ച ഇങ്ങനെയൊക്കെ സംഭവിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊജക്റ്റിൻ്റെ സിനോപ്സിസ് വെക്കേണ്ടതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30-ാം തീയതിയാണ്. അതായത് ഈ വോയിസ് കൊടുക്കുന്ന ഇന്നേ ദിവസം. ഇതിൻ്റെ വിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ 28-ാം തീയതി വരെ ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് എന്താ, എവിടെ, എങ്ങനെ, എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള ഒന്നും അറിയില്ല. എനിക്കും അറിയില്ല, ഹാജുവിനും അറിയില്ല. അങ്ങനെ ഞാൻ കൂട്ടുകാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പ്രൊജക്റ്റ് ചെയ്ത സ്ഥലമാണ് ഈ സൂക്കി എന്താ അതന്നെ സ്ഥലം. ആ സ്ഥലം ഇൻഫോടെക് എന്നുള്ള ഈ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞു. അവരാദ്യം ചിരിച്ചു, കാരണം എനിക്ക് ഈ പ്രൊജക്റ്റ് വെക്കേണ്ടത് നാളെയാണ്, അപ്പോൾ നിങ്ങൾ എനിക്ക് ഇന്ന് തന്നെ അതിൻ്റെ സിനോപ്സിസ് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് ചിരിച്ചു. എങ്കിലും അവരത് മാക്സിമം നല്ല രീതിയിൽ എനിക്ക് ഉച്ചയാകുമ്പോഴത്തേന് അവരതിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി തന്നു. എനിക്ക് ഒരെണ്ണം പോരാ, 2 പ്രൊജക്റ്റ് വേണേ. പിന്നെ പ്രൊജക്ട് സെൻറ്ററുകളിലൊക്കെ അറിയാലോ, ആവശ്യത്തിലധികം ഓൺ ചെയ്ത് വെച്ച പ്രൊജക്റ്റുകളുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. പിന്നെ നേരെ പോയി കുന്തത്തിൽ പോയി ആ സാധനം സ്പൈറൽ ബിൻഡും ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് പേജ്, ഫ്രണ്ട് പേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഗൈഡായത് എൻ്റെ കൂട്ടുകാരൻ തന്നെ കേട്ടോ. ചെക്കന് ബിടെക് ഉണ്ട്, ബിടെക്കാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. 2 വർഷത്തിലും കൂടുതലായിട്ട് ഫീൽഡിലുള്ള എക്സ്പീരിയൻസും വേണം. ഇതും അവനുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കാനില്ലല്ലോ. അങ്ങനെ പോകുമ്പോൾ തൃശ്ശൂർ വെച്ച് കണ്ടതാണ് ഈ മച്ചാൻ അടിപൊളിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പുള്ളി അവിടെ എന്തൊക്കെയോ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ തിരക്കിലാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചത്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നതാണ് ഈ സാധനം സബ്മിറ്റ് ചെയ്യണം. എൻ്റെ ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതി ആയിരുന്നത്. 30-ാം തീയതി പ്രത്യേകത എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, 30-ാം തീയതി എനിക്ക് ഇഗ്നോരെ എക്സാമും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വലിഞ്ഞ് നിവർന്ന് ട്രെയിനിൽ നിന്ന് മടുത്ത് ഞാൻ ഏകദേശം ഒരു 11:30 ആയപ്പോൾ എറണാകുളം ടൗണിലെത്തി. ഈ എറണാകുളം ടൗണിൽ നിന്ന് ഇഗ്നോ റീജിയൻ സെൻറ്റർ എന്ന് പറഞ്ഞ നമ്മളെ സ്ഥാപനത്തിലേക്ക് വെറും 1.5 കിലോമീറ്റർ ഉള്ളു ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് വേറെ ഒന്നുമല്ല, നടക്കുക എന്നുള്ള മെൻറ്റാലിറ്റി തന്നെയാണ് നടന്നത്. കാരണം എന്തെങ്കിലും ഫുഡ് കഴിക്കുക എവിടെയെങ്കിലും നിർത്തി കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് അതും കഴിച്ചിട്ട് അങ്ങോട്ട് നടക്കാമെന്ന്. കാരണം അത്ര വഴിയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം നടന്ന് ഞാൻ എത്താറായെങ്കിലും ഞാൻ ശരിക്കും പട്ടിയായി, എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നടന്നിട്ടൊക്കെ കുറേ ആയി, ഉള്ള പോലെ പറയണല്ലോ. അപ്പോൾ അങ്ങനെ നടത്തുന്നില്ല, പണിക്ക് പോവുക, ഓഫീസിലിരിക്കുക, കിടന്നുറങ്ങുക, തിന്നുക, ഈ ഒരു പരിപാടി മാത്രമാണ് ഇപ്പോൾ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥാപനം, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സിനോപ്സിസ്. അതായത് ഈ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പോയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനോപ്സിസ് ഇത് വെക്കാനാണ് നമ്മൾ വന്നത്. ഒരുപാട് അസൈൻമെൻറ്റും കാര്യങ്ങളും നമ്മളിവിടെ വെച്ചിട്ട് മാർക്ക് കയറാതെ അവിടെ സബ്മിറ്റ് ചെയ്ത സ്ലിപ്പ് കയ്യിൽ നിന്ന് മിസ്സായി എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുള്ള കാരണം എന്ത് തന്നെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്താലും നമ്മളതൊരു വീഡിയോ പോലെ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട്, ഇപ്പോൾ സ്ലിപ്പായാലും നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കും. വേറെ ഒന്നുമല്ല, അവർക്കും ഒരുപാട് വരുന്ന കാരണം അവരും മറന്നു പോകും, നമ്മളും പോകും. പക്ഷേ എഴുതി ഉണ്ടാക്കിയത് നമ്മളായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. ഒരു സെമ്മിൻ്റെ ഫുൾ അസൈൻമെൻറ്റ് വെച്ചത് ഇതുവരെ മാർക്ക് കയറിയില്ല, അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. രണ്ടാമത് പുതിയതായിട്ട് എഴുതി വെക്കാനാണ് പറഞ്ഞത്. ഇതാണ് ആ തകരപ്പെട്ടി. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കൊടുന്ന് വരുന്ന അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആ തകരപ്പെട്ടിയിൽ ഇടാനാണ് റീജിയണൽ സെൻറ്ററിൽ നിന്നുള്ള ഇൻഫർമേഷൻ. ഇതനുസരിച്ചിട്ട് കൊച്ചി ആസ്ഥാനമായി ഇഗ്നോർ ചെയ്യുന്ന എല്ലാവരും വന്നിട്ട് ഇതിലിടും. ഈ ഞായറാഴ്ച ഞാൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അധികം അതിൽ ബുക്കുകൾ കാണാനില്ല. ഇതൊക്കെ സേഫായിട്ട് അവിടെ എത്തുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ പോകുന്നത്. കാരണം നമുക്കൊരു സ്ലിപ്പോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ അവസ്ഥയിൽ അവിടുത്തെ പരിപാടി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും, കാരണം 11:30 അവിടെ ഇറങ്ങി നടക്കാനൊരു 15 മിനിറ്റ്, 12 മണിയാകുമ്പോഴത്തേനും എല്ലാ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ ഞാൻ ട്രെയിനിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഏതെങ്കിലും ട്രെയിൻ ടിക്കറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കി. ഇപ്പോൾ 2:15 പിന്നെ പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് ട്രെയിനുള്ളൂ. ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് അവിടെ വെക്കുകയും ചെയ്തു. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, എന്തായാലും KSRTC തന്നെ ശരണം എന്നുള്ളത് സെറ്റപ്പായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് KSRTC കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എടപ്പള്ളിയിലേക്ക് കയറാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ എടപ്പള്ളിക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ടൗൺ ഹാളിൽ നിന്ന് നേരെ എടപ്പള്ളിക്ക് നമ്മളെ മെട്രോ ത്രൂ പോകാമെന്ന് വിചാരിച്ചു. മെട്രോ പോയിട്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ആലുവ പോയി ഇറങ്ങാമെന്നാണ്. ടൗൺ ഹാളിൽ നിന്ന് കയറി നേരെ ആലുവ പോയി ഇറങ്ങി കഴിഞ്ഞാൽ ആലുവയിൽ നിന്ന് ഏതെങ്കിലും ഒരു KSRTC പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ആ ബ്ലോക്കൊന്നും ഇല്ലാത്ത ഭാഗത്ത് വേഗം സുഖമായിട്ട് എത്തുന്നത്. ഇനി സൺഡേ ആയതുകൊണ്ടാണോ അറിയില്ല, വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെ മെട്രോയിൽ ടിക്കറ്റ് എടുത്ത് 30 രൂപയുള്ള 33 രൂപ 35 രൂപയാണ് എടപ്പള്ളിക്ക് ആയത്. അതെടുത്ത് മെട്രോ വരുന്നവരെ വെയിറ്റ് ചെയ്തു. പിന്നെ ഇതിനൊന്നും വലിയ ഡിലേ ഇല്ലല്ലോ, ഇതിൽ വേറെ ട്രാഫിക് ബ്ലോക്ക് വരാൻ വേറെ വണ്ടികളൊന്നും ഇതിൻ്റെ ഇടയിൽ വരുന്നില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു കേട്ടോ. അതും വേണ്ട പറയാം. കയറിയിരുന്നു, നിമിഷ നേരം കൊണ്ട് നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി. അങ്ങനെ ലുലുവിൽ കയറി ഭക്ഷണം കഴിക്കാവുന്ന മെയിൻ ടാർഗറ്റിലാണ് ലുലുവിൽ പോയത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കാരണം ഒറ്റയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭയങ്കര വെറുപ്പ് പിടിച്ച പരിപാടിയാണ്. ആ സമയത്ത് ഒന്നുമില്ല, ഒരു സുഖവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി. അതായത് ലുലുവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്കൊരു തരത്തിലുള്ള, അതായത് എനിക്ക് കംഫർട്ടല്ല ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുക. ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് എന്താ പോലെ. നോക്കി നിങ്ങൾ പുറത്തേക്കുള്ള വ്യൂ, വലിയ ബ്ലോക്കൊന്നും ഇല്ല. അല്ലെങ്കിൽ എന്ത് ബ്ലോക്കായിരിക്കും അറിയോ, ഈ പാലത്തുമ്പോൾ ആ പാലത്തുമ്പോൾ എല്ലാത്തിനും വണ്ടി ആയിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു മൂടുമില്ലാതെ ഞാൻ അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറി ഭക്ഷണത്തിന് ഫുഡ് കോർട്ടിലൊക്കെ പോയി കുറേ അലഞ്ഞു.
കുറേ അലഞ്ഞ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പിടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമായപ്പോൾ അവിടെ നിന്ന് എന്താ കഴിക്കേണ്ടത് നോക്കിയപ്പോൾ ഈ ബിരിയാണിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കണ്ടപ്പോൾ ഒരു സുഖമില്ല. പിന്നെ എന്തോ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കഴിക്കാൻ തോന്നിയില്ല. അവിടെ നിന്ന് ഇറങ്ങി വേഗം എന്നിട്ടൊരു കടയിൽ കയറിയിട്ടൊരു ജ്യൂസ് കുടിച്ചിട്ട് നേരെ നമ്മളെ KSRTC കയറി. അതിലെ ചേട്ടൻ്റെ ഡ്രൈവിങ് നോക്കി അങ്ങ് ഇരുന്നു. എന്നാ പൊളിക്കുന്ന അറിയാം പുള്ളി. ഒരു രക്ഷയില്ല. ചെറിയ മഴയുള്ള കാരണം വലിയ വെയിലൊന്നും പറയാണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് അതിലിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഈ ഒരു അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഈ ഒരു സ്റ്റഡിയിൽ ബുദ്ധിമുട്ട്. ഞാൻ പറയുകയാണെങ്കിൽ വേറൊക്കെ എളുപ്പമാണ്. എക്സാമും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ ഒരുവിധം എല്ലാ എക്സാമും ജയിക്കാനൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ അസൈൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ വരുമ്പോഴാണ് ഇഗ്നോ നമ്മളായിട്ട് തെണ്ടിക്കുക. അത് തെണ്ടിക്കണമല്ല, അവരുടെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ തെണ്ടിപ്പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.